ആതിര ജെയിൻ ഇപ്പോൾ ഇനി 1-2 മണിക്കൂർ എടുക്കും അവർ പുറത്തേക്ക് ഇറങ്ങാൻ. ഏതായാലും നിർണായകമായ ഈ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടം അത് ശുഭകരമായി തന്നെ അവസാനിക്കുന്നു. പര്യവസായി ആവുന്നു, ശുഭയാത്ര ആയിരിക്കുന്നു ശുഭാംശുവിൻ്റേതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിൽ സോഫ്റ്റ് ഡോക്കിംഗ്, ഹാർഡ് ഡോക്കിംഗ് എന്നീ 2 ഘട്ടങ്ങളുണ്ട്. ഈ ബഹിരാകാശ പേടകവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും തമ്മിലുള്ള ഡോക്കിങ്ങിന് തന്നെ 2 ഘട്ടങ്ങളുണ്ട്. ഈ സോഫ്റ്റ് ഡോക്കിംഗ് പൂർത്തിയായി, ഹാർഡ് ഡോക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിശ്ചയിച്ചതിലും അരമണിക്കൂർ നേരത്തെയാണ് ഈ ഡോക്കിംഗ് നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ 4 സഞ്ചാരികളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഉറപ്പാക്കേണ്ടത്. ശരിക്കും സങ്കീർണമായ പ്രക്രിയയാണ്, നിർണായകമായ പ്രക്രിയയാണ്. അതിൽ കുറച്ച് സമയമെടുക്കും. ബഹിരാകാശ സഞ്ചാരികൾ പേടകം ബന്ധിപ്പിച്ചാലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിച്ചാലും ഇവർ അതിൽ നിന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുന്നതിനുള്ളൊരു സമയമുണ്ട്. അതിനായി പല കാര്യങ്ങൾ ഘട്ടങ്ങളായി ചെയ്യേണ്ടതുണ്ട്. ബഹിരാകാശത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത്തരം നിർണായകമായ കാര്യങ്ങൾക്കുള്ള സങ്കീർണമായ ദൗത്യത്തിനുള്ള ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല തന്നെയാണ്. ഡോക്കിംഗ് പൂർത്തിയാക്കിയെങ്കിലും അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഈ ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്ന ഈ അവസരം. ശരിക്കും ചരിത്രം കുറിച്ചിരിക്കുകയാണ് ശുഭാൻഷു ശുക്ല. ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത് ഏകദേശം ഒരു മാസത്തെ കാലതാമസത്തിനും പലതവണ മാറ്റിവെച്ചതിനും ശേഷമാണ് ആക്സിയം 4 ദൗത്യം വിജയകരമായി ഇപ്പോൾ ബഹിരാകാശത്ത് വിക്ഷേപിച്ചതും പറന്നുയർന്നതും 4 സഞ്ചാരികളും ബഹിരാകാശ നിലയത്തിന് തൊട്ടടുത്തേക്ക് എത്തിയതും 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യയുടെ 2ാമത്തെ ബഹിരാകാശ യാത്രികനായി ശുഭാൻഷു ശുക്ല മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാൻഷു ശുക്ലയുടെ ആ ഒരു പ്രവേശനത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ISSലേക്ക് ആക്സിയം 4 മിഷൻ എത്താൻ ആക്സിയം 4 മിഷൻ ISSന് സമീപമെത്തി. ഇനി ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക എന്ന ഒരു സങ്കീർണമായ ഘട്ടം കൂടി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വിനിത, ഏതായാലും ഇനി ഗഗൻയാൻ ദൗത്യമാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. 2 വർഷമുണ്ട് സ്വന്തം നിലയ്ക്ക് യാത്രികരെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഗഗൻയാൻ ദൗത്യത്തിന്. ശുഭാംശു ശുക്ല ഈ ഗഗൻയാൻ ദൗത്യത്തിൻ്റെയും ഭാഗമാണ്. 2027 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാവും ശുഭാംശു ശുക്ല എന്നതാണ്. മനുഷ്യരില്ലാത്ത ആദ്യ ഗഗൻയാൻ ദൗത്യം ഈ വർഷം അവസാനമാകും ഉണ്ടാവുക. വ്യോമമിത്ര എന്ന റോബോട്ടിനെ അയച്ച ശേഷമായിരിക്കും യാത്രികരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ആക്സിയം ദൗത്യത്തിൻ്റെ ഭാഗമായി ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലെത്തുമ്പോൾ അതിൻ്റെ അനുഭവ സമ്പത്ത് അതുകൂടി കരുത്താകും നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഏതായാലും ഇന്ത്യ, റഷ്യ, US, ചൈന അങ്ങനെ നിർണായകമായ ശക്തികൾ ഓരോന്നും ബഹിരാകാശ നിലയത്തിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി 60-ലധികം പരീക്ഷണങ്ങളാണ് നടത്താൻ പോകുന്നത്. ഏതായാലും ചരിത്രം കുറിക്കുകയാണ് ശുഭാംശു ശുക്ല എന്നതാണ് അഭിമാനം. വാനോളമുണ്ട് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളവും. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഇപ്പോൾ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ എടുത്ത ശേഷമായിരിക്കും ഇവർ പുറത്തു വരിക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 41 വർഷം മുൻപ് രാകേഷ് ശർമ്മയാണ് ഇതിൽ ബഹിരാകാശത്തേക്ക് ആദ്യം പോയ ഇന്ത്യക്കാരൻ. 1984 ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാവുകയാണ് ശുഭാംശു ശുക്ല എന്നതാണ്. നാസ, ഇസ്രോ, യൂറോപ്യൻ സ്പേസ് ഏജൻസി അങ്ങനെ 3 ഏജൻസികളുടെ നിർണായകമായ പങ്കാളിത്തമുണ്ട് ഈ ആക്സിയം 4 ദൗത്യത്തിന് എന്നതാണ് ഏറ്റവും പ്രധാനമായത്. അമേരിക്കൻ കമ്പനിയായ ആക്സിയമിനാണ് ഇതിൻ്റെ കരാർ എന്ന പ്രത്യേകതയുമുണ്ട്. ഏതായാലും കമ്പനിയുടെ 4ാമത്തെ മിഷനാണ് ആക്സിയം 4 എന്ന് പറയുന്നത്. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും ഇവരുടെ സഹായത്തിനുണ്ടായി. ആ റോക്കറ്റാണ് ഫാൽക്കൺ 9 എന്ന റോക്കറ്റിലാണ് ദൗത്യസംഘം ബഹിരാകാശത്തേക്ക് എത്തുകയും ചെയ്യുന്നത്. ഏതായാലും മൈക്രോ ഗ്രാവിറ്റിയിൽ 60-ലേറെ പരീക്ഷണങ്ങൾ നടത്തും എന്നാണ് ഈ സംഘം അറിയിക്കുന്നത്. 7 പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല പ്രത്യേകമായി ചെയ്യുകയും ചെയ്യും. സൂക്ഷ്മജീവികളിൽ റേഡിയോ തരംഗങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ശരീരത്തിൻ്റെ പേശികൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ, മൈക്രോഗ്രാവിറ്റിയിലെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ, കണ്ണുകളുടെ ചലനം, വിത്തുകൾ മുളപ്പിക്കൽ, അങ്ങനെ നിർണായകമായ പല പരീക്ഷണങ്ങളും നടത്താൻ പോകുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വിത്തുകൾ ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് എത്താൻ ഇനി മിനിറ്റുകൾ മാത്രം, അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടി മാത്രം എന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ പങ്കാളിത്തവും അതിൽ എന്ന് പറയുന്നത്.